ഒന്നും ചോദിക്കാനില്ല. 1-2 ദിവസം കൂടി കഴിഞ്ഞാൽ എല്ലാം ശരിയാവും. ആത്മവിശ്വാസം വേണം. നമ്മൾ ഒരുമിച്ച് നിൽക്കണം. പേടിച്ച് പിന്മാറരുത്. എന്നും കാളയും പോത്തിനെയും പോലെ കഴിഞ്ഞാ മതിയോ? ജീവിക്കണമെങ്കിലേ ചന്ദ്രൻ പറയുന്ന പോലെ കേക്കണം. കൊച്ചിയല്ലേ, കറുത്തേടത്തെ കുടികിടപ്പില്ല ഞങ്ങൾ കിടക്കുന്നേ. അത് പോയാ പിന്നെ ആറ്റി ചാടിയാ മതി. കൊച്ചാട്ടാ, കറുത്തേടത്തുകാരും പ്രവൃത്തിക്കാരും എല്ലാം സാധുക്കളാ. മാടത്താനിക്കാരെ നോക്കിയാൽ മതി. അതിന് നമ്മുടെ ആൾക്കാരുണ്ട്. പേടിച്ചരണ്ട ഓരോ രാത്രിയും തള്ളി നീക്കുന്ന അക്കരെ എത്ര കുടിലുകളാ കത്തിച്ചേ. കൊച്ചല്ലേ, ഇതൊരു സമരമാ. പണിയെടുക്കുന്നവരുടെ നിലനിൽപ്പിന് വേണ്ടിയുള്ള സമരം. ധൈര്യമായിട്ടിരിക്കും. എന്തായാലും ഇതൊരു വല്ലാത്ത കഷ്ടം തന്നെയാണേ. അക്കരെ ആകെ ബഹളമായി കൊത്താറ. എന്റെ മങ്കൊമ്പിലമ്മേ കാത്തോളനെ. പൊതുജനങ്ങളുടെ ശ്രദ്ധയ്ക്ക്, കവലയിൽ ജനങ്ങൾ കൂട്ടം കൂടി നിൽക്കരുത്. കർശനമായ നടപടികൾ ഉണ്ടാകും. പൊതുജനങ്ങളുടെ ശ്രദ്ധയ്ക്ക്, കവലയിൽ ജനങ്ങൾ നിയമവിരുദ്ധമായി കൂട്ടം കൂടി നിൽക്കാൻ പാടില്ല. കർശനമായ നടപടികൾ ഉണ്ടാകും. പൊതുജനങ്ങളുടെ ശ്രദ്ധയ്ക്ക്, കവലയിൽ ജനങ്ങൾ നിയമവിരുദ്ധമായി കൂട്ടം കൂടി നിൽക്കാൻ പാടില്ല. ശക്തമായ നടപടികൾ ഉണ്ടാകും. പൊതുജനങ്ങളുടെ ശ്രദ്ധയ്ക്ക്, കവലയിൽ ജനങ്ങൾ നിയമവിരുദ്ധമായി കൂട്ടം കൂടി നിൽക്കുവാൻ പാടില്ല. ശക്തമായ നടപടികൾ ഉണ്ടാകും. ചന്ദ്ര, നിങ്ങൾ പറയുന്നതൊക്കെ ന്യായമാ. എനിക്കെല്ലാം മനസ്സിലാവുന്നുമുണ്ട്. പക്ഷേ അരുതാത്തതൊന്നും നടക്കരുത്. അങ്ങുന്നേ, തൊഴിലാളികളെ എല്ലാം സംഘടിപ്പിച്ചിരിക്കുന്നത് ഈ ചന്ദ്രനാ. തിരുമേനി, തൊഴിലാളികൾ ഒന്നും ചെയ്തിട്ടില്ല. ഒക്കെ ഇവർ പറഞ്ഞുണ്ടാക്കുന്നതാ. ഞങ്ങളുടെ കുടിലുകളാ കത്ത് നശിച്ചേ. അതിനെക്കുറിച്ച് എന്താ ഇവരൊന്നും പറയാത്തെ? പോലീസുകാരെ അത് ശ്രദ്ധിച്ചാൽ മതി. ഏതായാലും ചന്ദ്ര, തൊഴിലാളികൾക്ക് ഇവിടുത്തെ പാടങ്ങളിൽ എല്ലാ സ്വാതന്ത്ര്യവും ഉണ്ടായിരിക്കും. ബാക്കിയുള്ള കാര്യങ്ങൾ പിന്നെ. അനർത്ഥങ്ങൾ ഉണ്ടാകാതെ നോക്കേണ്ടത് പോലീസാ. അത് നിങ്ങൾ നോക്കണം. ശരി അങ്ങുന്നേ. എന്തുവാടാ ചേട്ടമ്പി? ഒന്നുമില്ലേ ചക്കരേ, ചക്കരേ. ഓ, ഇന്ന് ഇതേ കിട്ടിയുള്ളൂ. കേറിയിരിക്കെ. അയ്യോ, ഞാൻ പോവാ. ചെറിയലാകെ പ്രശ്നമെന്നാ കേട്ടെ. അവളും മോളും തനിച്ചേ ഉള്ളൂ. എന്തിനും മടിക്കാത്ത കൂട്ടങ്ങളാ. അകത്ത് കയറി വാടടിച്ചോ. കൊത്താരം വന്ന് പറഞ്ഞാ മതി. വാ മോനെ, വാ. ഓടി വരണടാ. ഒന്ന് വേഗം പാടും. ഇത് ആരുടെ കൂടിയാണോ? ഉള്ളോർ കൂടിയാ. എന്നാ വിട്ടേക്ക്. വാ. തമ്പുരാട്ടിക്ക് എണ്ണ ചേരുന്ന പാമ്പിന്റെ മണം എത്ര മണത്താലും മതിയാവില്ല. ദാസ, എന്നെ ഒത്തിരി ഇഷ്ടമാണോ?
പൊണ്ടാട്ടി ആരെ ഇഷ്ടപ്പെടാത്ത? അപ്പൊ ജാനകിയോ? ഒത്തിരി. ചക്കരയും? അപ്പൊ വീയപുരത്തെ രാജമ്മയോ? എന്ത് പറ്റിയേണ്ടത് പിരാട്ടുകുട്ടിക്ക്? ഉള്ളിന്ന് വരുന്ന ഒഴുക്കിനെ നമ്മൾ മനുഷ്യരായിട്ട് എന്തിനാ പിടിച്ചു നിർത്തുന്നേ? ഒഴുക്കിനൊപ്പിച്ചെങ്ങനെ പോയാ പോരെ? പോയാ മതി, പക്ഷേ ഒഴുക്കെടുത്ത് കായൽത്തിട്ടയ്ക്ക് അടിക്കരുത്. എന്താ ദാസനോട് അടുക്കണ്ടായിരുന്നു എന്ന് തോന്നുന്നുണ്ടോ പിരാട്ടുകുട്ടിക്ക്? നിന്നോടുള്ള സ്നേഹത്തിന് ഞാൻ മറ്റുള്ളവരോട് മത്സരിക്കുന്ന എന്തിനാ? ഒന്ന് വേഗം ഇങ്ങോട്ട് വന്നാട്ടെ, എന്റെ കൈയും കാലും വിറയ്ക്കുക. ഞാൻ പോവാ. ഇപ്പൊ തന്നെ കഞ്ഞി കുപ്പ് കൂടാല, ഇനി നിന്റെ കണ്ണീരും കൂടി വീണത് കൂട്ടണ്ട. ഒന്നും രണ്ടും പറഞ്ഞ് വഷളാക്കണ്ട. നാഗദൈവങ്ങള് കാത്തു, അത്രമാത്രം കരുതിയാ മതി. ഇച്ച എന്തോ ഈ പറയുന്നത്? രാത്രിക്ക് രാത്രി ഞാനും ഈ കൊച്ചും തിന്ന തീക്ക് കയ്യും കണക്കുണ്ടോ? നീ വല്ലാണ്ട് പേടിച്ചു പോയടാ. ഒരാൺതുണ ഉണ്ടെന്ന് പറഞ്ഞിട്ട് എന്താ കാര്യം? അല്പമെങ്കിലും സ്നേഹം വേണം. ഞാനും രാവിലെ ആടി അറിഞ്ഞത്. ദാസ സ്നേഹമുള്ളവനാ, അത്രേ ഉള്ളൂ. അങ്ങനെ ആർക്കെങ്കിലും മാത്രമായിട്ടൊന്നുമില്ല, നിനക്കും അതറിയാം.